എന്താടോ താൻ എന്നോട് പറഞ്ഞത്? ഞാനെന്താ ഈ 3 പെൺകുട്ടികളുടെ കാല് കഴുകണോ? എങ്ങനെയാണോ തനിക്ക് എന്നോട് ഇത് പറയാൻ തോന്നിയത്? എനിക്ക് ജനിച്ച 2 പെൺകുട്ടികളെ ഞാൻ എൻ്റെ കൈ കൊണ്ട് കൂടി തൊട്ടിട്ടില്ല. പിന്നെ ഏതാ കുട്ടികളുടെ കാല് ഞാൻ കഴുകണമെന്ന് പറയുന്നത്? തനിക്ക് എങ്ങനെ തോന്നിയിടോ എൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാനായിട്ട്? നമ്മുടെ പ്രകാശൻ്റെ ഓരോരോ ചെയ്തികളെ. അപ്പോൾ നമുക്കതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ കാർത്തിക ഇങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശൻ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പ്രകാശൻ ഇരിക്കുമ്പോഴത്തേക്ക് പറയുകയാണ്, അച്ഛാ, ഞാൻ അച്ഛനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? RS കൺസ്ട്രക്ഷൻ ആയിരുന്നല്ലോ ഞങ്ങളുടെ വീടിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഞാൻ മാറ്റിയല്ലോ. എന്തായാലും കിരണും കല്യാണിയും ഞങ്ങളുടെ വർക്ക് ചെയ്യണ്ട. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ പണി അങ്ങനെ തന്നെ എങ്ങും എത്താതെ കിടക്കുകയല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കത് വീട് പണിയൊക്കെ പൂർത്തിയാക്കണം അച്ഛാ. അതുകൊണ്ട് ഞാൻ ആ പണിയൊക്കെ അച്ഛനെ ഏൽപ്പിക്കുകയാണ്. അച്ഛന് ഇഷ്ടമുള്ള പണിക്കാരെ കൊണ്ടുവന്ന് അച്ഛനും വിക്രമും കൂടി ചേർന്ന് വേണം എൻ്റെ ആ വീട് പൂർത്തിയാക്കി തരാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രകാശന് ഭയങ്കര സന്തോഷമാവുകയാണ്. പ്രകാശൻ ഭയങ്കര സന്തോഷമായി പുള്ളിക്കാരന്. അപ്പോൾ നമ്മുടെ കാർത്തിക പറയുകയാണ്, അച്ഛാ, അത് മാത്രമല്ല വേറെ ചില കാര്യങ്ങളും എൻ്റെ മൈൻഡിലുണ്ട്. എന്താ മോളെ? എന്താ? അച്ഛാ, ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? RS കൺസ്ട്രക്ഷൻ ആണല്ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പോൾ അതിന് ബദലായിട്ട് നമുക്കും പുതിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങണം. അപ്പോൾ ഉടനെ നമ്മുടെ പ്രകാശൻ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ പറയണം, അതെ, ഇനി എങ്ങനെയായാലും അവരെ തോപ്പിക്കണം. ആ കിരണിനെയും കല്യാണിയെയും നമുക്ക് തോപ്പിക്കണം. അതാണ് അച്ഛാ ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം. അതിലേക്കാണ് എൻ്റെ പോക്ക്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അച്ഛൻ എനിക്കൊപ്പം നിൽക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശം പറയണം, മോളെ ഇത് സത്യമാണോ മോളെ ഈ പറയുന്നത്? അതെ അച്ഛാ, ഞാൻ സത്യം മാത്രമേ പറയൂ. നടക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഞാൻ പറയില്ല. നടത്താൻ പറ്റുമെന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയൂ. എനിക്ക് വിശ്വസിക്കാമോ മോളെ? അതെ അച്ഛാ, എന്തായാലും ഇതുവരെയും ഞങ്ങൾക്ക് ഫുഡ് പ്രോഡക്റ്റുകൾ മാത്രമായിരുന്നു നമ്മുടെ ബിസിനസ്സായിട്ട് വന്നിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ. പക്ഷേ ഇനി അത് പോരച്ചാ, ഒരു കൺസ്ട്രക്ഷൻസ് കമ്പനി എന്തായാലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അത് എൻ്റെ തീരുമാനമാണ്. കാര്യം കിരണിനും കല്യാണിക്കും എതിരെയുള്ള ഒരു കമ്പനി, അങ്ങനെ അവർ മാത്രം അങ്ങനെ വളരണ്ട. അവരെക്കാളും മുന്നോട്ട് നമുക്ക് വരണം. അവർക്ക് കിട്ടേണ്ട വർക്കുകൾ മുഴുവനും നമുക്ക് നേടിയെടുക്കണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ കാർത്തിക പറയണ, നമ്മുടെ കമ്പനിക്ക് ഞാനൊരു പേരും കണ്ടു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് ഇത് എന്തിനാണ് പറയുന്നതെന്നറിയാമോ? ഏതിങ്ങനെ പ്രകാശരിയാണ്, KC കമ്പനി എന്നിങ്ങനെ പറയാണ്. KC കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെ പറയാണ് നമ്മുടെ കാർത്തിക. അപ്പോൾ എന്നിട്ടാണ് കാർത്തിക പറഞ്ഞത്, എന്ന് വെച്ചാൽ കാർത്തിക കൺസ്ട്രക്ഷൻ കമ്പനി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ പ്രകാശം പറയണ, അത് കൊള്ളാം മോളെ, അത് കൊള്ളാം. അതിന് ഒരുപാട് പൈസയാവില്ലേ മോളെ? ഓഹോ, പൈസയ്ക്ക് നമുക്ക് എന്ത് ദാരിദ്ര്യം അച്ഛാ ഉള്ളത്? പൈസയ്ക്ക് ഒരു പ്രശ്നവുമില്ല. എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്. അതുകൊണ്ടേ പൈസയുടെ കാര്യമൊന്നും അച്ഛൻ ചിന്തിക്കേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചില ശ്രമങ്ങളൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ പുതിയതായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ടൈം എടുക്കും. പക്ഷേ നമ്മുടെ മുന്നിൽ സമയം കുറവാണ്. അതുകൊണ്ട് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നത്. അതെന്ന് വെച്ചാൽ ഒരു സിംഗപ്പൂരുകാരൻ്റേതാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ നോക്കി നടത്താനൊന്നും ആളില്ലാണ്ട് അത് ഏകദേശം ഒരു ശോഷിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് നമുക്ക് നേടിയെടുക്കാം. അത് പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാം. എന്നിട്ട് അത് നമുക്ക് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ പറയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇനി ആ കമ്പനിയുടെ ഉടമസ്ഥനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയണം. എന്നിട്ട് കാർത്തിക പറയണം, ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജറായിട്ട് ഞാൻ വിക്രത്തെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രകാശന് ഭയങ്കര സന്തോഷമാവുകയാണ്. പ്രകാശൻ അന്തം വിട്ടിരിക്കുകയാണ്. ഈശ്വര, ഇതൊക്കെ സത്യമാണോ? അപ്പോൾ കാർത്തിക പറയണം, അതെ അച്ഛാ, അച്ഛനും വിക്രമും കൂടെ വേണം ആ കൺസ്ട്രക്ഷൻ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പം പ്രകാശം പറയണേ, എൻ്റെ മോളെ ആ കമ്പനിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മരിച്ചു കിടന്ന് ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ് മോളെ എനിക്ക് 10 പൈസ തരണ്ട എന്നിങ്ങനെ പ്രകാശം പറയുന്നു. അപ്പോൾ കാർത്തിക പറയണേ, ഇല്ലച്ചാ, അല്ലെങ്കിൽ ഞാൻ 1 രൂപ പോലും അച്ഛന് തരില്ല. അപ്പോൾ ഉടനെ പ്രകാശം ഇങ്ങനെ ആയി പോവുകയാണ്. അപ്പോൾ കാർത്തിക പറയണ, അതേ അച്ഛാ,
അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും വിക്രത്തിൻ്റെയും എല്ലാ ചിലവുകളും ഞാനല്ലേ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിലവുകളെല്ലാം ഞാൻ നോക്കും. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടത്തണോ അതെല്ലാം ഞാൻ നടത്തി തരികയും ചെയ്യും. ഇനി അസുഖം വരുവാണെങ്കിൽ ഹോസ്പിറ്റൽ ചിലവ്, ഇൻഷുറൻസ് എല്ലാം ഞാൻ തന്നെ നോക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ. പക്ഷേ നിങ്ങൾ മനസ്സറിഞ്ഞ് ജോലി ചെയ്യണം എന്നിങ്ങനെ പറയണം. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പ്രകാശൻ പറയണം, ആ മോള് പൈസയൊന്നും തരണ്ട എന്ന് പറയണം. അപ്പോൾ ഉടനെ കാർത്തിക പറയണം, അച്ഛാ ഞാനിപ്പോൾ ഇങ്ങനെ പൈസ തരില്ല എന്ന് പറഞ്ഞെങ്കിലേ നിങ്ങൾക്കൊന്നും തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അച്ഛാ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെയർ തരാം എന്നാണ് വിചാരിക്കുന്നത്. അതായത് മാസശമ്പളം തരാണ്ട് ഒരു വർഷം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ കിട്ടുന്ന ലാഭത്തിൻ്റെ നേർപകുതി, ഇനി 1 കോടി രൂപയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ നേർപകുതി 50 ലക്ഷം രൂപ അച്ഛന്, 50 ലക്ഷം രൂപ എനിക്ക്. അങ്ങനെ അതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ പ്രകാശൻ്റെ കണ്ണ് രണ്ടും ഇങ്ങനെ ബൾബായിട്ടിരിക്കുകയാണ് അത് കേട്ട ഉടനെ. അപ്പോൾ പ്രകാശൻ പറയണം, ഈശ്വര 50 ലക്ഷം രൂപ 2 കോടിക്ക് ബിസിനസ് നടന്നാൽ, ഇങ്ങനെ ചിന്തിച്ച് പ്രകാശൻ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയണം, അച്ഛനിപ്പോൾ സന്തോഷമായി കാണുമല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ പ്രകാശൻ പറയണം, മോളെ നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ കാർത്തിക പറയണം, അച്ഛാ ഇതൊന്നും ഞാൻ ചുമ്മാതെ ചെയ്യുന്നതല്ലല്ലോ, ഞാൻ എൻ്റെ അമ്മയെ അച്ഛൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയില്ലേ, അപ്പോൾ സ്ത്രീധനം തന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ ഉടനെ പ്രകാശൻ, സ്ത്രീധനോ? അപ്പോൾ ഉടനെ അല്ലച്ചാ, ശരിക്ക് പറഞ്ഞാലേ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിന് കൊടുക്കുന്നതിന് സ്ത്രീധനം എന്നാണ് പറയുന്നത്. ശരിക്ക് പറയുകയാണെങ്കിൽ പുരുഷധനം തന്നെന്ന് വേണം പറയാൻ. അച്ഛനെ പോലുള്ള ഒരാളെ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ അതീപരം ഭാഗ്യം വല്ലതും ഉണ്ടോ അച്ഛാ? എൻ്റെ അമ്മയുടെ ഭാഗ്യമാണ് അച്ഛൻ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ പ്രകാശൻ്റെ തലതേ ഭിത്തിയിൽ ഇടിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് കാർത്തിക പറയാണ്, അച്ഛൻ എൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കണം, എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം, അമ്മേരെ കണ്ണ് നിറയാൻ അച്ഛൻ ഇടവരുത്തരുത്, അമ്മയെ പൊന്നുപോലെ നോക്കണം, എനിക്ക് അത് മാത്രം മതി അച്ഛാ എന്ന് പറയണം. അപ്പോൾ ഉടനെ പ്രകാശം പറയണം, അയ്യോ മോളെ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ മോളുടെ അമ്മയെ പൊന്നുപോലെ നോക്കും എന്നിങ്ങനെ പറയണം. അല്ല മോളുടെ എന്ന് പറഞ്ഞിട്ട് നാളെ എന്താ? അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ്, എൻ്റെതാണോ? ഏയ് മോളുടേതല്ല, മോളുടെ അമ്മയുടെ നാള്. ഓ എൻ്റെ അമ്മയുടെ നാളോ? അച്ഛാ എൻ്റെ അമ്മയുടെ നാള് ഉത്രട്ടാതി. ആ അച്ഛൻ്റെ നാളെന്താ? എൻ്റേത് പുരുഷ നാൾ തന്നെയാ, വിശാഖം എന്ന് പറയുന്നത്. ഓ ആ പിന്നെ അച്ഛനോട് ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ നാളുണ്ടല്ലോ, നാളെ അമ്പലത്തിൽ പോയിട്ട് നോക്കണം കേട്ടോ എന്ന് പറയണ്. അതൊക്കെ വേണോ മോളെ? അത് വേണോ അച്ഛാ? അച്ഛൻ അമ്പലത്തിൽ പോകണം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പൂജകൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യണം എന്നിങ്ങനെ പറയണം. അത് മാത്രമല്ല അച്ഛാ, വിക്രവും ചെറുപ്പമല്ലേ, അവനെ ഇങ്ങനെ വെറുതെ നിർത്തുന്നത് ശരിയല്ല അച്ഛാ. എൻ്റെ ഒരു കസിനോട് ഞാൻ വിക്രത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവളാണെങ്കിൽ വിവാഹം കഴിഞ്ഞതാണ്, പക്ഷേ വിവാഹം കഴിഞ്ഞെങ്കിലും ഭർത്താവുമായിട്ട് അധികമൊന്നും താമസിച്ചിട്ടില്ല. അതിനു മുമ്പ് അയാൾ മരിച്ചുപോയി, പിന്നെ അവൾക്ക് കുട്ടികളുമില്ല. അപ്പോൾ വിക്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴുണ്ടല്ലോ അവൾക്ക് ഭയങ്കര സന്തോഷമായി അച്ഛാ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് വേണം അവളെ വിക്രത്തിനൊന്ന് കാണിച്ചു കൊടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ വിക്രമുണ്ടല്ലോ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജരായിട്ട് ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പലതവണ ചിന്തിച്ചാ. ശരിക്കും പറയുകയാണെങ്കിൽ അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തലയെടുപ്പൊക്കെ ഉണ്ടാവും, രാജകീയമായ ഒരു പ്രൗഢി. എന്തിനാ കൂടുതൽ പറയുന്നത്, അവൻ്റെ ആ ഒരു തലയെടുപ്പ് കണ്ടാലുണ്ടല്ലോ, പ്രത്യേകിച്ചും ആ കസേരയിലൊക്കെ മാനേജറായിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്തുള്ള അവൻ്റെ ആ ഒരു തലയെടുപ്പിനെ കുറിച്ച് ഞാൻ പലവട്ടം ഇങ്ങനെ ആലോചിച്ചാ. അപ്പോൾ ഉടനെ നമ്മുടെ പ്രകാശം പറയുന്നത്, അതേ മോളെ, അല്ലെങ്കിലും അവനെ കാണാൻ നല്ല തലയെടുപ്പാ മോളെ. ഈ നാട്ടിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരന്മാരുണ്ടല്ലോ, ഏതെങ്കിലും ഒരെണ്ണത്തിന് അവൻ്റെ അത്രയും തലയെടുപ്പുണ്ടോ? അപ്പോൾ ഉടനെ കാർത്തിക പറയണ, അത് ശരിയാച്ചാ, ഞാനും അത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തൊരു തലയെടുപ്പാ അവന് എന്നിങ്ങനെ പറയണം. എന്നിട്ട് കാർത്തിക മനസ്സിൽ വിചാരിക്കണം, കാക്കയ്ക്കും തൻകുഞ്ഞും പെൺകുഞ്ഞ്, ഇയാളെ ഒരു വിക്രം അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ കാർത്തിക. അതിനുശേഷം നമ്മുടെ കാർത്തിക പറയുകയാണ്, നമ്മുടെ പ്രകാശനോട് പറയണം, അച്ഛൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അച്ഛൻ ക്ഷേത്രത്തിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്ക്, അവിടെ ചെന്നിട്ട് തിരുമേനിയെ കണ്ടിട്ട് നാള് നോക്കണം, അതുപോലെ തന്നെ സമയവും കൂടി ഒന്ന് നോക്കണം എന്നിങ്ങനെ പറയണം. പുതിയ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് സമയം കൊള്ളാമോ എന്നൊക്കെ അറിയണ്ടേ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ പ്രകാശനെ ക്ഷേത്രത്തിൽ എത്തിക്കാനുള്ള നമ്മുടെ കാർത്തികയുടെ കുറുക്കു വഴി, അതാണ് സംഭവം. അങ്ങനെ പറയുകയാണ്. അപ്പോൾ
പ്രകാശൻ എഴുന്നേറ്റിട്ട് പോകാൻ നേരത്തെ ഇങ്ങനെ തൊഴുവാണ് നമ്മുടെ കാർത്തികയെ. അപ്പോൾ കാർത്തിക ചോദിക്കണം, എന്തിനാ അച്ഛൻ എന്നെ തൊഴുന്നത്? അച്ഛൻ എന്തിനാ എന്നെ തൊഴുന്നത്? എൻ്റെ മോളെ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ മോളെ തൊഴുവും. എനിക്ക് തൊഴുവാതിരിക്കാൻ പറ്റില്ല മോളെ. കാരണം എൻ്റെ ജീവിതം ഇത്ര നന്നായിട്ട് വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയതല്ല. പക്ഷേ ഒരു ഗതിക്ക് പരഗതി ഇല്ലാണ്ട് ആത്മഹത്യ ചെയ്താൽ എന്തോന്ന് പോലും ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് മോളെ കണ്ടുമുട്ടിയത്. മോള് ഈ അർഹിക്കാത്ത ഇത്രയും എന്താ പറയുക, അർഹിക്കാത്ത അത്രയും എന്താണ് നല്ല ജീവിതം ഞങ്ങൾക്ക് തന്നത്. ഇത്രയൊന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല മോളെ. അതുകൊണ്ട് മോളെ എന്ത് പറഞ്ഞാലും മോളെ എപ്പോഴും തൊഴുവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, മോളുടെ മുന്നിൽ നന്ദിയുള്ള നായ്ക്കളായിരിക്കും ഞാനും എൻ്റെ മകനും അമ്മയും ഒക്കെ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കാർത്തിക മനസ്സിൽ വിചാരിക്കണം, അതേടോ അല്ലെങ്കിലും താൻ നായ തന്നെയാണ്, താൻ മാത്രമല്ല തൻ്റെ ആ മകനും മുതുക്കി എല്ലാം നായ്ക്കൾ തന്നെയാണ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കാർത്തിക. അങ്ങനെ നമ്മുടെ പ്രകാശം പോവുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ് കാണിക്കുന്നത്. നമ്മുടെ പ്രകാശം ക്ഷേത്രത്തിൽ വന്നിറങ്ങുകയാണ്. ക്ഷേത്രത്തിൽ വന്നിട്ട് അങ്ങോട്ട് കയറാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ മെയിൻ ശാന്തിയല്ല പരികർമ്മിയെ കാണുകയാണ്. പരികർമ്മിയെ കാണുമ്പം, ഓ പ്രകാശൻ ക്ഷേത്രത്തിലേക്കൊക്കെ വരോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയണേ, എന്താടോ എനിക്ക് ക്ഷേത്രത്തിൽ വന്നാൽ എന്താ പുളിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണേ, അതുകൊണ്ടൊന്നും അല്ല, പ്രകാശൻ സാധാരണ ക്ഷേത്രത്തിലൊന്നും വരാറില്ലല്ലോ. സാധാരണ പ്രകാശൻ്റെ ഇളയ മകളും ഭാര്യയൊക്കെ അല്ലേ ക്ഷേത്രത്തിൽ വരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. എടോ, ക്ഷേത്രം അങ്ങനെ ആരുടെയും തറവാട്ട് സ്വത്തൊന്നും അല്ല, ആർക്കും വരാൻ പറ്റും. ഇപ്പോൾ എനിക്കിങ്ങോട്ട് വരാൻ തോന്നി, അതുകൊണ്ട് വന്നു. അല്ല, താൻ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആരാ? എടോ, തനിക്ക് ഒരു മാസം എത്ര രൂപയുടെ സംശയമല്ല, തനിക്ക് ഒരു മാസം എത്ര രൂപയുടെ ശമ്പളം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ പരികർമ്മി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. എടോ പറയടോ, തനിക്കൊരു മാസം എത്ര രൂപയാണ് ശമ്പളം? അപ്പോൾ അയാൾ പറയണ, അത് പിന്നെ പറയാൻ പറ്റില്ല അല്ലേ? എടോ താൻ പറയണ്ടടോ, താനൊരു കാര്യം ചെയ്യ്, താൻ എൻ്റെ ഒപ്പം കൂട്. ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തനിക്ക് ജോലി തരാൻ വേണ്ടിയിട്ടേ ഞാനൊരു ക്ഷേത്രം പണിയാം, ഓക്കെ? എന്നിട്ട് ആ ക്ഷേത്രത്തിൽ പരികർമ്മിയായിട്ട് താൻ കൂടെടോ. ഇവിടെ കിട്ടുന്ന എൻ്റെ 3 ഇരട്ടി ശമ്പളം ഞാൻ തനിക്ക് തരാം, എന്താ പോരെ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് പ്രകാശൻ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ പരികർമ്മി മനസ്സിൽ വിചാരിക്കണം, ഹേടാ നിൻ്റെ ഒരു അഹങ്കാരം ദൈവത്തിനെ പോലും വെല്ലുവിളിക്കാറായി, ഇവൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശനകത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ശാന്തി ഇറങ്ങി വരികയാണ്, തിരുമേനി ഇറങ്ങി വരികയാണ്. പൂജാരി വന്നിട്ട് നമ്മുടെ പ്രകാശന് തീർത്ഥം കൊടുക്കുകയാണ്. എന്നിട്ട് പ്രകാശനോട് ചോദിക്കണം, ആഹാ പ്രകാശനെ സാധാരണ ക്ഷേത്രത്തിലേക്കൊന്നും കാണാറുള്ളതല്ലല്ലോ, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയണം, അത് തിരുമേനിയെ, ഓരോ മനുഷ്യർക്കും ഓരോ സമയമുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരുപാട് നല്ല സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശ്വരനെയൊക്കെ വല്ലപ്പോഴും ഒന്ന് കാണുന്നത് നല്ലതല്ലേ? ഒന്ന് കാണണമെന്ന് തോന്നി ഈശ്വരനെ, അതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ. എന്നിട്ട് തീർത്ഥം കൊടുത്തു, കുടിച്ചു. അപ്പോഴത്തേക്ക് പറയണ, എനിക്ക് വഴിപാടുണ്ട് തിരുമേനി, 2 വഴിപാട്. അത് ഒരെണ്ണം വിക്രത്തിൻ്റെ പേരിലും ഒരെണ്ണം ലക്ഷ്മി ഉത്രട്ടാതി, നമ്മുടെ കാർത്തികയുടെ അമ്മയുടെ പേര് നാളിലാണ്. അതാരാ പ്രകാശ ഈ ലക്ഷ്മി? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ദീപ വരികയാണ് തൊഴുവാനായിട്ട്. ദീപയെ നോക്കുമ്പോൾ നമ്മുടെ പ്രകാശന് ഭയങ്കര പുച്ഛം. ദീപയെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ കണ്ടില്ലേ വേറെ പലരും അമ്പലത്തിൽ തൊഴുവാനെന്നും പറഞ്ഞ് വരുന്നത്, എന്തിനാ വരുന്നതെന്ന്, ഇവളൊക്കെ എന്തിനാ വരുന്നത്? ഇവളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ക്ഷേത്രം നശിച്ചു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദീപയെ നോക്കിയിട്ട് ഭയങ്കര പുച്ഛത്തോടു കൂടി നമ്മുടെ പ്രകാശൻ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂജാരി നമ്മുടെ പ്രകാശനോട് പറയണം, അതെ പ്രകാശ, ഇവിടെ ഒരു പ്രത്യേക പൂജ ഇന്ന് നടത്തുന്നുണ്ട്. അതിന് ഇന്ന് വളരെ വിശേഷമായിട്ടുള്ള ഒരു പൂജയാണ്. കാര്യം അതായത് നാരി പൂജ. അതായത് 3 പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടികളെ, നിർധനരായ 3 പെൺകുട്ടികളുടെ പാദം കഴുകുന്ന ഒരു പൂജയാണ്. അതിന് വേണ്ടിയിട്ട് പെൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ പാദം കഴുകി കൊടുക്കുകയാണെങ്കിൽ ഇന്ന് പ്രകാശം വിചാരിച്ചതിനേക്കാളും, ഇത് പറയുന്ന സമയത്ത് ദീപ കേൾക്കുന്നില്ല, മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നത്, പ്രകാശം വിചാരിച്ചതിനേക്കാളും വലിയ ജീവിതം പ്രകാശന് കിട്ടും. ധനപരമായിട്ടുള്ള രീതിയിലൊക്കെ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവും ഈ ഒരു പൂജ ഇന്ന് ചെയ്യുകയാണെങ്കിൽ. അതിന് ഏറ്റവും പറ്റിയ ദിവസം ഇന്നാണെന്ന് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രകാശന് കലിയളവുകയാണ്. പ്രകാശൻ പറയണത്, എന്നെപ്പറ്റി എന്താണ് താൻ കരുതിയത്?
ഞാനെന്താ പെൺകുട്ടികളുടെ പാദം കഴുകണോ? എടോ, എനിക്ക് ജനിച്ച 2 പെൺകുട്ടികൾ നേരത്തെ. പക്ഷെ അവരെ ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്ന് തൊട്ടിട്ട് കൂടിയില്ല. പിന്നെ എവിടെ കിടന്ന പെൺകുട്ടികളുടെ പാദം കഴുകുന്നത്? ഒന്ന് പോടോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ പ്രകാശം പോകാനായിട്ട് ഇറങ്ങിയിട്ട് കൊണ്ടുവന്ന് കാറിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്തിന് കാർത്തികയുടെ കോള് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കാർത്തികയുടെ കോള് വരുന്നു, ഹലോ എന്ന് പറഞ്ഞിട്ട് പ്രകാശം കാർത്തികയുടെ കോൾ എടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് പ്രകാശം പോകുന്നത് നോക്കി ഇങ്ങനെ നിന്നിട്ട് തിരുമേനി പൂജാരി ആലോചിക്കുന്നതാണ്. കാർത്തിക ക്ഷേത്രത്തിൽ വരുന്നു. വന്നതിന് ശേഷം നമ്മുടെ പൂജാരിയോട് പറയുകയാണ്, എനിക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്തു തരണം. അതായത് ഈ പ്രകാശൻ എന്ന് പറയുന്ന അയാൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാലോ. കല്യാണിയെയും അവരുടെ അമ്മയും ആ ഫാമിലിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. പൂജാരിയോട് പറയുകയാണ്. അതുകൊണ്ട് അയാൾ ഒരുപാട് പാപങ്ങൾ പെൺകുട്ടികളോട് ചെയ്തിട്ടുണ്ട്. ആ പാപത്തിൽ നിന്നൊക്കെ അയാൾക്ക് ഈ ജന്മം മോചനം കിട്ടില്ല. പക്ഷേ അയാൾ ചെയ്ത പാപത്തിന് കുറച്ചെങ്കിലും പരിഹാരം അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് തിരുമേനിമാർ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുകയാണ്. അതിനുശേഷം കാർത്തിക ഒരു കെട്ട് നോട്ട് എടുത്ത് 2 തിരുമേനിമാർക്കും കൊടുക്കുകയാണ്. പരികർമ്മിക്കും മെയിൻ പൂജാരിക്കും കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മറ്റൊന്നുമല്ല, അയാളെ കൊണ്ട് 3 പെൺകുട്ടികളുടെ പാവപ്പെട്ട വീട്ടിലെ 3 പെൺകുട്ടികളുടെ പാദം അയാളെ കൊണ്ട് കഴുകിപ്പിക്കണം എന്ന് പറയുകയാണ്. അത് വളരെ ബുദ്ധിപൂർവ്വം അയാളെ കൊണ്ട് ചെയ്യിക്കണം. സാധാരണ നോർമലായിട്ട് ചെന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അയാൾ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അത് തിരുമേനിയുടെ ബുദ്ധിപൂർവ്വം അത് ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരുമേനി പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ പ്രകാശൻ എന്ന് പറയുന്ന ആൾ അത്രയ്ക്ക് ദുഷ്ടനായതുകൊണ്ടും കല്യാണിയുടെ അമ്മയൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതിൻ്റെ പേരിലും ഞാൻ ഇതിന് കൂട്ടു നിൽക്കുകയാണ് എന്നിങ്ങനെ പൂജാരി പറയുകയാണ്. ആ ഒരു കാര്യം പൂജാരി അവിടെ നിന്നിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ കാർത്തിക ആരാണെന്നൊക്കെ പൂജാരി ചോദിക്കുന്നു. അപ്പോൾ കാർത്തിക പറയുകയാണ്, ഞാൻ ആരാണ് എന്നുള്ള കാര്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. എൻ്റെ സ്ഥലം ചെന്നൈയാണ്, ഞാനിവിടെ ഇങ്ങനെ ഒരു ഫുഡ് പ്രോഡക്റ്റ് നടത്തുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക പോകുന്നത് ഓർമ്മിക്കുകയാണ് നമ്മുടെ പോറ്റി. അപ്പോൾ ഇത്രയും ഓർമ്മിച്ചുകൊണ്ട് അയാൾ അവിടെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ പ്രകാശൻ കോൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാർത്തിക പറയുന്നു, ആഹാ അച്ഛനിപ്പോൾ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി മോളെ, ഞാൻ വരാനായിട്ട് തുടങ്ങുകയാണ്. അയ്യോ അച്ഛാ, എന്നാൽ അച്ഛൻ ഇപ്പോൾ പെട്ടെന്ന് പോരല്ലേ, ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്, അത് അച്ഛൻ അറിയാമോ? അപ്പോൾ പ്രകാശൻ ചോദിക്കുന്നു, എന്താ മോളെ? അച്ഛാ, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ 3 നിർധരരായിട്ടുള്ള പെൺകുട്ടികളുടെ പാദം കഴുകണോ അച്ഛാ. ഈ പാദം ഇന്ന് കഴുകിയാലുണ്ടല്ലോ നമ്മൾ വച്ചടി കയറും. നമുക്ക് പിന്നീട് ഒരു താഴ്ച ഉണ്ടാവതേയില്ല, നമ്മൾ ഉയർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടേ അവിടെ പെൺകുട്ടികൾ വന്നിട്ടുണ്ട്, അച്ഛൻ അവരുടെ പാദം ഒന്ന് കഴുകണം എന്ന് പറയണ്. അപ്പോൾ ഉടനെ പ്രകാശൻ ചോദിക്കണം, മോളെ ഞാനോ എന്നിങ്ങനെ ചോദിക്കണം പ്രകാശൻ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കാർത്തിക പറയുകയാണ്, അതേ അച്ഛാ, ഒന്ന് കഴുക്, അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ല, നമുക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ നമ്മുടെ കാർത്തിക പറയുകയാണ്. പെട്ടു എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇനി നാളെ അറിയാം പുള്ളിക്കാരൻ പാദം കഴുകുമോ, പാദം കഴുകില്ലേ, ഇനി എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.